അനന്തു സ്വഭാവത്തോടെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തോ എടുത്ത് കുടിച്ചിട്ട് അല്ലെങ്കിൽ ആരോ കുടിപ്പിച്ചിട്ട് ആരുടെയോ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ അനന്തു ഇങ്ങനെ പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. ആൻസി, ക്യാമറയുടെ മുമ്പിൽ അയാൾ ഇപ്പോഴല്ലയോ പറഞ്ഞത്? അതിനു മുമ്പും ഇവിടുന്ന് പോകുന്നതിന് മുമ്പും മുംബൈയിൽ എത്തിയതിനു ശേഷവും ഈ കാര്യം എന്നോട് പറഞ്ഞതല്ലേ? എന്ത് പറഞ്ഞെന്നാ? ഞാൻ തെറ്റുകാരിയാണെന്നോ? എന്നെ ഡിവോഴ്സ് ചെയ്യാമെന്നോ? എന്താ പറഞ്ഞ അൻസാർക്ക? അനന്തൻ ഫേസ്ബുക്ക് പേജിൽ പറഞ്ഞിരിക്കുന്നത് ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല, അവന്റെ മനസ്സിൽ തോന്നിയതാ. അല്ലാതെ കള്ളും കഞ്ചാവും അടിച്ചിട്ടുമല്ല, നല്ല ബോധത്തോടെ. അൻസാർക്ക, എന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ അത് എന്നോടല്ലേ പറയേണ്ടത് അനന്തു? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്, അതും അയാളുടെ ഫേസ്ബുക്ക് പേജിൽ. എന്ന് വെച്ചാൽ നാട്ടുകാരും വീട്ടുകാരും മാലോവരും മുഴുവനും അറിയട്ടെ എന്ന് വിചാരിച്ച്. അനന്തകൃഷ്ണൻ ദേ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ പോവാന്ന്. പക്ഷെ അൻസാർക്ക, ഇന്നലെ ആ പോസ്റ്റ് ചെയ്ത വീഡിയോ അല്ലേ ഫേസ്ബുക്കില്, അത് ബോംബെയിലല്ലേ എടുത്തത്? അങ്ങനെയാണെങ്കിൽ അതിനകത്ത് അനന്തൊട്ടിരിക്കുന്ന ഷർട്ട് ഉണ്ടല്ലോ, അതിപ്പോ എന്റെ ബാഗിലുണ്ടല്ലോ. അതപ്പോ എങ്ങനെയാ? അതപ്പോ ബോംബെന്ന് എടുത്തതല്ല, ആ വീഡിയോ എടുത്തത് ഇവിടുന്ന. അൻസാർക്ക് നിങ്ങൾ നേരെ കൂടെ അറിഞ്ഞിട്ടാണോ അനന്തൊരു മനസ്സ് മാറിയത്? ആണോ? ആൻസി, അയാളുടെ മനസ്സ് മാറിയത് ഇപ്പോഴൊന്നും അല്ല. ആ വീഡിയോ വന്ന് ഇഷ്യൂ ആയ അന്ന് മുതൽ അയാൾ എന്നോട് പറയുന്നുണ്ട്, ഈ പ്രോജക്റ്റ് കൂടി വന്ന് മുറിയപ്പോൾ അത് വിട്ടുകളയാൻ പറ്റില്ലെന്ന്. അനന്തൻ എന്നും വന്ന് ഇതൊക്കെ എന്നോട് പറയുമായിരുന്നു. ആൻസി സൈബർ സെല്ലിൽ പോയ വിവരവും നിരപരാധിത്വം തെളിയിക്കാൻ നടക്കുന്ന ഒന്നും ശരിയല്ല, അതൊക്കെ വിടുന്നതാ നല്ലതെന്നൊക്കെ എന്നോട് പറയുമായിരുന്നു. ആൻസിയോടും അവനത് പറഞ്ഞിട്ടുള്ളതല്ലേ? പറഞ്ഞു. അപ്പോ അവന്റെ മനസ്സിലും അതാണ്, എല്ലാം ഇട്ടെറിഞ്ഞ് കുട്ടികളെയും കൂട്ടി ബോംബെക്ക് പോവാം, അവിടെ ജീവിക്കാന്നൊക്കെ അവൻ പറഞ്ഞല്ലേ. അതിന് തടസ്സം നിന്ന് ആൻസി അല്ലയോ? അവന് നഷ്ടപ്പെട്ട കരിയർ തിരിച്ചു പിടിക്കാൻ അങ്ങേയറ്റം വരെ പോകുമെന്ന് അവൻ എന്നോട് പറഞ്ഞതാ. അതിനൊപ്പം നിൽക്കാതെ ആൻസിയുടെ വാശിക്ക് സ്വന്തം മിസ്റ്റേക്ക് തെളിയിക്കാൻ പോലീസ് സ്റ്റേഷനിലും DGPയുടെ മുന്നിലും ഒക്കെ ആയിട്ട് നടക്കുക. ആൻസി നീങ്ങുന്നത് സ്വന്തം കാര്യം തെളിയിക്കാനാ, അനന്ത് നീങ്ങുന്നതോ അവന്റെ കരിയർ തെളിയിക്കാൻ. രണ്ടും കൂടെ ഒരുമിച്ച് പോകില്ല എന്ന് അവന് മനസ്സിലായി. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കിയതാ, അവൻ പിടിച്ചെടുത്ത് തന്നെ നിൽക്കുക. ആൻസി കാരണം അവന്റെ കരിയറും പോയിന്ന് അവൻ പലതവണ മദ്യത്തിന്റെ പുറത്താണെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആൻസി പ്രോപ്പർട്ടി കേസുമായിട്ട് പോയില്ലേ, അത് തുടങ്ങി വെച്ചത് ആരാ? ആൻസി അല്ലയോ? അതിനവൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു, അതും അവൻ എന്നോട് പറഞ്ഞു. പിന്നെ ചുറ്റുമുള്ള ചിലരൊക്കെ ചെവിയിൽ ഓതി കൊടുക്കുമല്ലോ, ഭാര്യ കുഴപ്പക്കാരിയാണെന്ന് തെളിവ് സഹിതം ഓരോരുത്തരും വന്ന് പറയുമ്പോ അതല്ല എന്ന് പറഞ്ഞ് തെളിയിക്കാൻ അവനെ കൊണ്ടും പറ്റത്തില്ലല്ലോ. അത് അവന്റെ ഗതികേടാ. ഇതൊക്കെ ഞാനും കണ്ടോണ്ടിരിക്കുന്നല്ലയോ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ട അൻസാർക്ക? അവരിന്നലെ രാത്രി എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്റെ ഭർത്താവിനെ തള്ളി പറഞ്ഞതാ. എനിക്കിനി അവിടെ ഒരു അധികാരവും ഇല്ല. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനിയൊരു തീരുമാനം ഉണ്ടാവട്ടെ. അതുവരെ ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് എൻ്റെ നാട്ടിലേക്ക് പോവാ, അനിയത്തിയുടെ വീട്ടിലേക്ക്. ആ വീടും അവിടെ ഉള്ളതൊക്കെയും അനന്തുവിന്റെ ഔദാര്യത്തിലുണ്ടായതാ.
അൻസാർക്ക, അനന്തൻ എന്നെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഏത് വലിയ പ്രൊജക്റ്റിനായാലും വഴിയാധാരാക്കും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് ഉറപ്പാ.